നമസ്കാരം. ഒരാൾ ജനിക്കുമ്പോൾ ആ ജനിക്കുന്ന ആളിന് പൂർവ്വജന്മമായിട്ടൊരു ബന്ധം വരും. ആ പൂർവ്വജന്മമായിട്ടുള്ള ബന്ധം അനുസരിച്ചാണ് അയാളുടെ വളർച്ച, അയാളുടെ തളർച്ച, അയാൾ എന്തായി തീരണം എന്നുള്ളത് പൂർവ്വജന്മത്തിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സത്കർമ്മങ്ങൾ ചെയ്താൽ രാജാവായി തന്നെ, മഹാരാജാവായിട്ട് തന്നെ ജനിക്കാനും അങ്ങനെ ആയിത്തീരാനും, രാജാവായിരിക്കുമ്പോൾ ദുഷ്ടകർമ്മങ്ങൾ ചെയ്താൽ അയാൾ രാജകനായി തീരുമെന്നും, രാജകനായി ജനിച്ചവൻ നല്ല കർമ്മങ്ങൾ ചെയ്താൽ രാജാവായി തീരും എന്നൊരു പഴമൊഴിയുണ്ട്. അപ്പോൾ ഈ വിധിയെ നമ്മൾ ചിലത് വിശ്വസിച്ചേ പറ്റൂ. ഇന്നലെ എനിക്ക് ബന്ധപ്പെട്ട നമ്മുടെ തൃശ്ശൂർ ജോഫി ജോസഫ് എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് 2-3 പ്രാവശ്യം ഞാൻ ഫോൺ ചെയ്തിട്ട് കിട്ടിയില്ല. ഞാൻ വൈകുന്നേരം രാത്രി എന്നെ വിളിച്ചു, പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആശുപത്രിയുണ്ട്. അപ്പോൾ ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു പെൺകുട്ടിക്ക് ഒരു അപകടമുണ്ടായി. ആ കുട്ടി കല്യാണം നിശ്ചയിച്ച പയ്യനുമായിട്ട് സ്കൂട്ടറിൽ പോയപ്പോൾ അപകടമുണ്ടായി. കേൾക്കുമ്പോൾ നമുക്ക് വേദന തോന്നുന്നത് തന്നെയാണ്. കാരണം ഒരു പെൺകുട്ടി ഒരാളെ പ്രണയിക്കുന്നു. ആ പ്രണയിക്കുന്ന ആളുമായിട്ട് വിവാഹത്തിന് മുമ്പ്, വിവാഹം തീരുമാനിക്കപ്പെടുന്നതിന് ഏതോ ദിവസം വിവാഹ നിശ്ചയമോ തീരുമാനിക്കുന്നതിന് മുമ്പ് ആ പെൺകുട്ടി അയാളുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഈ പയ്യൻ എന്ന് പറഞ്ഞാൽ വരൻ വേഗത കൂടി ഒരു സാധാരണ 10-60 വയസ്സോ 62 വയസ്സോ ഉള്ള 65 വയസ്സോ പ്രായമുള്ള ഒരു ഭാര്യയും ഭർത്താവും കൂടെ വളരെ പതുക്കെ സ്കൂട്ടറിൽ പോകുന്നു. ഇവർ പോയിട്ട് ആ വണ്ടിയിലിടിച്ച് അയാൾ ഓൺ ദ സ്പോട്ടിൽ മരിക്കുന്നു, അല്ലെങ്കിൽ മരണപ്പെടുന്നു. പിന്നീട് ഈ കുട്ടിയുടെ പുറത്ത് കൂടെ ഒരു കാറ് കയറി ഇറങ്ങുന്നു, ഒടിഞ്ഞു പറഞ്ഞു പോകുന്നു. മൃത്യു ആയില്ല, പക്ഷെ മരണതുല്യമായ ഒരു അവസ്ഥയാണ്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇവിടെയാണ് പൂർവ്വജന്മത്തിൻ്റെയും പൂർവ്വജന്മവും പൂർവികരിൽ നിന്നും ലഭിക്കുന്ന ചില ഫലങ്ങൾ നമ്മളിവിടെ എടുക്കേണ്ടത്. ജാതകദോഷം എന്ന് പറയുമ്പോൾ ഒരു കുട്ടി ജനിച്ച് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്ന സമയം, തല പുറത്തേക്ക് വരുന്ന സമയമല്ല എടുക്കേണ്ടത്. ഈ കുട്ടി സൃഷ്ടി നടക്കുമ്പോൾ ജനിക്കുന്ന സമയമാണ്. അത് നമുക്ക് ഒരിക്കലും എടുക്കാൻ പറ്റില്ല. പണ്ട് മഹാതന്ത്ര മാന്ത്രികർ അവര് ജാതകം ഗണിക്കുന്നതിന് മുമ്പ് താളിവലയ്ക്കകത്ത് ആ ജന്മാംശം എടുത്തിട്ടാണ് എഴുതുക. അവ കൃത്യമാണ്, തെറ്റില്ല. ഇത് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും ഞാൻ അതിൻ്റെ വിശകലനത്തിലേക്ക് പോയപ്പോൾ കണ്ടെത്താൻ പറ്റിയത്, നമുക്ക് മനസ്സിലാക്കാൻ, തിരിച്ചറിയാൻ പറ്റിയത്, ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റാത്ത 2 ഗ്രഹനിലകളാണ്. ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റാത്ത. ഇത് ജ്യോതിഷം വിശ്വസിക്കുന്നവർക്കേ ഉള്ളൂ. അപ്പോൾ പലരും എന്നോട് ചോദിക്കുക, എന്തുകൊണ്ടാണ് സംജി അത് മുസ്ലിങ്ങൾ സമുദായത്തിലും ക്രിസ്ത്യൻ സമുദായത്തിലും ജാതകം നോക്കുന്നില്ലേ? നിങ്ങൾ നോക്കൂ, തകർന്നു പോകുന്ന മുസ്ലിം സമുദായത്തിൽ ഒരുപാട് ദാമ്പത്യങ്ങൾക്ക് പ്രശ്നമുണ്ട്. എൻ്റെ അടുത്ത് വരുന്നതാണ്. ക്രിസ്ത്യൻ സമൂഹത്തിലുമുണ്ട്. അവരുടെയൊക്കെ ജാതകം എടുത്താൽ ഒരിക്കലും അവർ ഒരുമിച്ചിരിക്കാനോ അവരുടെ ജാതകം പോലും ഒരുമിച്ച് ചേർത്ത് വയ്ക്കാനോ പറ്റാത്ത, ഒരു കട്ടിലിൽ പോലും കിടന്നുറങ്ങാൻ പറ്റാത്ത ജാതകങ്ങളായിരിക്കും. അപ്പോൾ ഇത്തരം വാർത്തകൾ ഞാൻ പറയുമ്പോൾ, എൻ്റെ മുമ്പിൽ വരുന്ന വാർത്തകൾ പറയുമ്പോൾ അതിൻ്റെ താഴെ വന്ന് മോശപ്പെട്ട കമൻസ് എഴുതിയിട്ട് കാര്യമില്ല. സമൂഹത്തിൽ സംഭവിക്കുന്ന ഇത്തരം കാര്യങ്ങൾ ഒരാളെക്കുറിച്ച് പരദൂഷണം പറയുകയോ അല്ലെങ്കിൽ മറ്റൊരാളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അയാളെ നേരെയാക്കാൻ ശ്രമിക്കുന്നതൊന്നുമല്ല. ഒരാളെ പ്രണയിച്ചതുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളതല്ല. അവിടെ ആ പയ്യന്റെ ജാതകത്തിന്റെ ഗ്രഹനില സംബന്ധിച്ചിട്ടുള്ള ഒരു ദോഷമുണ്ട്. അത് ഭീകരം തന്നെയാണ്. കർമ്മസ്ഥാനത്തിന് ബലമില്ലാതെ ശരിയായ ശാശ്വതമായ ഒരു സത്കർമ്മമില്ലാത്ത ഒരു ബന്ധം ഈ കുട്ടിക്കുണ്ടായെങ്കിൽ ഡെഫിനറ്റായിട്ട് ഇതുണ്ടായേ പറ്റൂ. ഞാൻ അറിഞ്ഞൂടാ, എനിക്ക് ആ പയ്യനെ കുറിച്ച് അറിയാൻ വയ്യ. ഇവരുടെ കർമ്മത്തിന് ശുദ്ധി ഉണ്ടാവില്ല, 100% ഉണ്ടാവില്ല. അപ്പോൾ ദൈവം ഈ കുട്ടി ശുദ്ധയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ കുട്ടി ഒരു കണക്കിന് ഇതിലും വലിയ ഭീകരത, ഞാനത് വെറുതെ ലക്ഷണം നോക്കുമ്പോൾ തന്നെ ഇതിലും വലിയ ഭീകരത ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കല്യാണം കഴിഞ്ഞെങ്കിൽ കണ്ടിട്ടില്ലേ ചിലർ വെട്ടിക്കൊല്ലുകയും മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുകയൊക്കെ ചെയ്യുന്നത് ഭാര്യയെ. അപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നത് ചോദിച്ചാൽ, കലിയുഗത്തിൽ ഇത്തരം കാര്യങ്ങൾക്കത്ത് ലഹരിയുമായിട്ടുള്ള ബന്ധമുണ്ടാകുക, സ്ത്രീ പുരുഷ ഭേദമന്യേ സ്ത്രീയും പുരുഷനും അതികഠിനമായ ലഹരി ഉപയോഗിക്കുക. സ്ത്രീകൾ തന്നെ പത്രത്തിൽ വായിച്ചിട്ടില്ലേ, ലഹരി കടത്തിക്കൊണ്ടുവരിക, അമ്മയും മകനുമായിട്ട് ലഹരി കടത്തുക, ഭർത്താവുമായിട്ട് ലഹരി കടത്തുക, ഭീകരമായ ദുരന്തങ്ങൾ ഉണ്ടാകുക. ഈ ദുരന്തങ്ങൾക്കൊക്കെ തന്നെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, കലിയുഗത്തിൽ മത്സ്യവും മാംസവും വേരറ്റ് പോവുകയും അവിടെ ലഹരിയുമായി ബന്ധമുണ്ടാകുകയും തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന ഭ്രാന്താവസ്ഥയിലുള്ള ഉൽപ്പന്നങ്ങളുടെ സ്ഥിതിയിൽ പിടിയിൽപ്പെടുന്നതാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു ഹോസ്റ്റലിൽ വെറുതെ ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞതാണ്,
വെറുതെ പോലീസ് റെയ്ഡ് ചെയ്തപ്പം ആ ഹോസ്റ്റലിൽ ഏറ്റവും ശാന്തമായ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഇത് കണ്ടുപിടിച്ചു. ഇങ്ങനെ നിരവധി സംഭവങ്ങളാണ്. ജാതകദോഷമെന്നോ വിധിദോഷമെന്നോ ഒക്കെ നമുക്ക് പറയാമെങ്കിലും ഒരു ജന്മം, നമുക്ക് ഈശ്വരൻ തരുന്ന ജന്മം കളയരുത്. ജനിക്കാൻ ഈ മനോഹരമായ ഭൂമിയിൽ, വയലാർ എഴുതിയിട്ടുണ്ടല്ലോ, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് എഴുതിയ കവികൾ എഴുതിയ ഈ മനോഹരമായ ഭൂമിയിൽ, കേരളം പോലെ മനോഹരമായ ഭൂമിയിൽ നീ ഒരിക്കൽ കൂടി ജനിക്കാനുള്ള ആഗ്രഹമുള്ളപ്പോൾ തന്നെ നിങ്ങളിങ്ങനെ ജീവിതം നശിപ്പിക്കുന്ന എന്തിനാണ് ഭഗവാനെ എന്ന് ചോദിക്കും. അവൻ്റെ ബ്രെയിൻ മുഴുവൻ നശിച്ചു പോകും, അവൻ്റെ രക്തധമനികൾ അടഞ്ഞു പോകും, അവൻ്റെ ശാരീരികമായ എല്ലാ വൈകല്യങ്ങളും ഉണ്ടാകും. പെൺകുട്ടികൾക്ക് വരുന്ന അതിലും ഭീകരമായ അവസ്ഥയാണോ? സന്താനം ജനിക്കാനുള്ള അണ്ടങ്ങൾ മുഴുവൻ നശിച്ചു പോകും, സൗന്ദര്യം നശിച്ചു പോകും. നിത്യം കേൾക്കുന്ന അത്തരം വാർത്തകൾ, പ്രണയത്തിൻ്റെ പേരിലുണ്ടാകുന്ന ഭീകരമായ അവസ്ഥകൾ. ഒരു പെൺകുട്ടിയെ ഒരു അച്ഛനും അമ്മയും എൻ്റെ അടുത്ത് വന്നിരുന്നു. ഒറ്റ മകളാണ്. ഒരാളുമായിട്ട് പ്രണയം ഉണ്ടാകുന്നു, ചെറുപ്പക്കാരനുമായിട്ട്. അവനെന്ത് ജോലി എന്ന് പോലും അറിയത്തില്ല. ക്രമേണ ഈ പെൺകുട്ടി ലഹരിക്ക് അടിമയായി ഇവിടെ അടുത്തുള്ള ഒരു ആശുപത്രിയിലാണ്. ഇവിടെ അല്ല, നമ്മുടെ കേരളത്തിനകത്തുള്ള ഒരു ആശുപത്രിയിലാണ്. ഫുൾ അതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ആ വിവാഹം എന്ന രണ്ടായി. ആ പയ്യനെ ഇപ്പം പോലീസ് ലഹരി കേസിൽ പിടിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസവും അറിവും പാരമ്പര്യവുമുള്ള കുടുംബത്തിലെ പെൺകുട്ടികൾ കൂടെ ഇത്തരം കാര്യങ്ങൾ ചെന്ന് എങ്ങനെ പെടുന്നു എന്നുള്ളത് നമുക്ക് ദുഃഖമുണ്ടാക്കുന്ന വാർത്തയാണ്. ജീവിതം ഹോമിച്ച് കളയാതിരിക്കണം. പ്രണയം നല്ലത് തന്നെയാണ്, പ്രണയമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. എല്ലാവർക്കും പ്രണയമൊക്കെ നല്ലതാണ്. പക്ഷെ നമ്മൾ പ്രണയിക്കപ്പെടുമ്പോൾ ആ പ്രണയത്തിനിപ്പുറത്തുള്ള നമ്മളെ പ്രണയിക്കുന്ന ആൾ നമ്മളെ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണോ, ഇയാൾ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഹൃദയത്തിൽ അങ്ങനെ ഒരു സ്ഥാനം കൊടുക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.